പാകിസ്ഥാൻ 2020 ലോകകപ്പിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. സസ്പെൻസ് തുടരുമ്പോഴും പാകിസ്ഥാൻ അവരുടെ മത്സരങ്ങൾ നടക്കുന്ന ശ്രീലങ്കയിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ശ്രീലങ്കയിലേക്ക് പാകിസ്ഥാൻ കളിക്കാർ വണ്ടി കയറും എന്ന് ഏതാണ്ട് ഉറപ്പായോ? എന്താണ് പാകിസ്ഥാന്റെ മനസ്സിൽ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല SKN. കാരണം ബംഗ്ലാദേശിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു. അതിനപ്പുറം ഇന്ത്യക്കിട്ട ഒരു പണി എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ മനസ്സിലുള്ളത്. കാരണം ഇന്ത്യയുമായി സമീപകാലത്ത് നയതന്ത്രപരമായും ഇല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകത്തും വലിയ രീതിയിൽ അകൽച്ചയാണ് പാകിസ്ഥാൻ. ഏഷ്യ കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് ഹസ്തദാന വിവാദം. അതിനുശേഷം ഇന്ത്യക്ക് അർഹതപ്പെട്ട ചാമ്പ്യൻസിനുള്ള ട്രോഫി പോലും കൊടുക്കാതെ പാകിസ്ഥാൻ അങ്ങനെ വലിയ ഉടക്കിൽ നിൽക്കുമ്പോഴാണ് ബംഗ്ലാദേശ് അവരുടെ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് ഇല്ല എന്ന് പറയും. അതിനെ ചൊല്ലി പല പ്രശ്നങ്ങളുണ്ടാകും. ഒടുവിൽ ബംഗ്ലാദേശിന് ലോകകപ്പ് നഷ്ടമാക്കിയത്. അപ്പോൾ ICCക്ക് ഇക്കാര്യത്തിൽ, അതായത് ജയ്ഷ അധ്യക്ഷനായിട്ടുള്ള ICCക്ക് ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ ഞങ്ങൾ ലോകകപ്പ് ബഹിഷ്കരിക്കാൻ പോകുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അവരുടെ പ്രധാനമന്ത്രിയുമായി തന്നെ കൂടിക്കാഴ്ച, ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അവരുടെ പാക് ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായിട്ടുള്ള മോസിൻ നഖ്വി പറയുന്നത് ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ കൂടിപ്പോയാൽ തിങ്കളാഴ്ചക്കകം ഞങ്ങളൊരു നിലപാട് പറയും, ഞങ്ങൾ കളിക്കാൻ പോകണോ വേണ്ടയോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പാകിസ്ഥാൻ അവരുടെ ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെയാണ് കൊളംബോയിലാണ് അവരുടെ മത്സരങ്ങൾ നടക്കുന്നത്. അവിടേക്കുള്ള ടിക്കറ്റുകളൊക്കെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഇന്ത്യക്കെതിരായ മത്സരം മാത്രം ബഹിഷ്കരിച്ചേക്കും. അതായത് ആദ്യ 2 മത്സരങ്ങൾ കളിച്ച ശേഷം ഇന്ത്യക്കെതിരായ മത്സരം ഫെബ്രുവരി 15-നാണ് നടക്കുന്നത്. ഒരുപക്ഷെ അതിൽ നിന്ന് വിട്ട് നിൽക്കാം. എന്താണ് അവരുടെ പ്ലാൻ A ആണോ അതോ പ്ലാൻ B ആണോ നടക്കുക എന്നുള്ളതൊക്കെ തന്നെ കണ്ടറിയേണ്ടിരിക്കും. സത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഭീഷണി ഒന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വേറെ കാര്യം. പക്ഷേ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുക, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മോസിൻ നഖ്വിയുടെ ഒരു ലക്ഷ്യം. എന്തായാലും പാകിസ്ഥാന്റെ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ തിങ്കളാഴ്ചക്കകം നിലപാട് എടുക്കും എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. പാകിസ്ഥാൻ വന്നാൽ നമുക്കൊരു ആവേശ പോരാട്ടം കിട്ടും. പാകിസ്ഥാൻ വന്നില്ലെങ്കിലും ലോകകപ്പ് അതുപോലെ തന്നെ നടക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.